from Tiju's Academy. This is Amala Charles from IELTS Mavelikara. As usual, IELTS speaking sessional നന്നായിട്ട് അല്ലെങ്കിൽ സ്പീക്കിംഗ് സെഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് വേർഡ്സാണ് നമ്മുടെ എല്ലാ ലൈവ് സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ടുഡേ ഓൾസോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം വേർഡ്സ് റിലേറ്റഡ് ടു ദ ടോപ്പിക് വെദർ. ആൻഡ് IELTS സ്പീക്കിങ്ങിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിലൊന്നാണ് വെദർ. അത് പാർട്ട് 1ലും പാർട്ട് 2ലും പാർട്ട് 3ലും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് വെദർ ടോപ്പിക്. അത് ഓരോ മക്കാർ ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്ഡേറ്റഡ് ആയി വരുമ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വെദർ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെദർ എന്നൊരു ടോപ്പിക്ക് നമ്മളുടെ സ്പീക്കിങ്ങിൽ നമുക്ക് കിട്ടുമ്പോൾ ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടതെന്നുള്ളതാണ്. ആൻഡ് our first word is weather. Weather തന്നെയാണ് നമ്മളുടെ ഫസ്റ്റ് വേർഡ്. Weather, the temperature or conditions outside with regard to heat, cloudiness, dryness, sunshine, wind, rain, etc. സോ എന്താണ് വെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ എന്നുള്ളതാണ്. ആൻഡ് ദ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഔട്ട്സൈഡ് വിത്ത് റിഗാർഡ് ടു ഹീറ്റ്, ക്ലൗഡിനെസ്, ഡ്രൈനെസ്, അതായത് പുറത്തുള്ള ആ ഒരു കണ്ടീഷൻ എന്താണ്, അത് പുറത്ത് നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ വെദർ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ദെയർ. The weather can change very quickly upon the moor, so make sure you take your waterproofs when you go walking. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് വെദറിന് നമ്മൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെദറിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ള വേറൊരു വേർഡാണ് ക്ലൈമറ്റ്. And the climate, the word means the general weather conditions usually found in a particular area. ഒരു പ്രത്യേക ഏരിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഏരിയയിൽ അവിടെ മാത്രം അനുഭവപ്പെടുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ക്ലൈമറ്റ് ഈസ് ദ ജനറൽ വെതർ കണ്ടീഷൻസ് യൂഷ്വലി ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു വെതർ കണ്ടീഷനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ. The climate in the Andean mountains of Peru is very different to that found on the coast. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. Then we have climate change. A change in the global or regional temperature patterns. ഒരു ടെമ്പറേച്ചർ പാറ്റേണിൽ അതൊരു ഗ്ലോബലായിട്ടോ അല്ലെങ്കിൽ ഒരു റീജിയണലായിട്ടോ ചിലപ്പം കുറച്ച് ഏരിയയിൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഗ്ലോബലായിട്ട് തന്നെ ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് നമ്മൾ ഇതിന് മുമ്പും നമ്മൾ 1-2 ലൈവ് സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വേർഡാണ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ഐ തിങ്ക് വി ആർ വെരി ഫെമിലിയർ വിത്ത് ദിസ് ടേം റൈറ്റ് നൗ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് വരുമ്പോൾ എ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ വേൾഡ് ടെമ്പറേച്ചേഴ്സ് കോസ്ഡ് ബൈ പൊല്യൂട്ടിംഗ് ഗ്യാസസ് സച്ച് as carbon dioxide which are collecting in the air around the earth and preventing heat from escaping into space. അതൊരു പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോർമലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ക്രമാതീതമായി വർദ്ധിച്ചു പോകുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ്സ് ഡ്യൂ ടു പൊല്യൂഷൻ കൂടുമ്പം കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ ഭൂമിയിൽ തന്നെ കെട്ടിനിന്ന് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. We are discussing some words related to weather, and നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് വെദർ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ഈ 4 വേർഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും അധികം അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് വി വിൽ നോട്ട് മിസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ്. ഇത്രയും വേർഡ്സൊക്കെ നമ്മളൊരു വെദർ എന്നൊരു ടോപ്പിക്ക് കിട്ടി നമ്മൾ സംസാരിക്കുമ്പം ഒരു കാരണവശാലും നമ്മൾ വിട്ടുപോകാൻ സാധ്യതയില്ലാത്ത കുറച്ച് വേർഡ്സാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് സ്ലൈഡ്. ഇറ്റ് ഈസ് സീസൺ. സീസൺ മീൻസ് ടൈം ഓഫ് ഇയർ ക്യാരക്ടറൈസ്ഡ് ബൈ സർട്ടൺ വെദർ. അതായത് ഒരു പ്രത്യേക സമയത്ത് കുറച്ച് സമയത്തേക്ക് മാത്രം നമുക്കൊരു വെദർ നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ സീസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് സ്ലൈഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് some weather, some seasons. വെതർ കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ് ഈ സീസൺ എന്ന് പറയുന്നത്. സോ ആ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വെതർ കണ്ടീഷൻ ആകുമ്പോൾ നമ്മളതിനെ സീസൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം സീസൺസ്. ഓക്കെ, അതിൽ ആദ്യത്തെ നമുക്ക് എന്ന് പറയുമ്പം ആദ്യത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്. The coldest season of the year, December to February,
north of the equator and from the June to August in the southern hemisphere. അതായത് ഇറ്റ് ഇസ് എ കോൾഡസ്റ്റ് സീസൺ ഓഫ് ദി ഇയർ. ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടൊരു സീസൺ എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്. ആൻഡ് ഏതൊരു ടൈമിലാണ് അത് ഫീൽ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഡിസംബർ ടു ജാനുവരി നോർത്ത് ഓഫ് ദി ഇക്വേറ്റർ നോർത്ത് ഏരിയയിൽ ഡിസംബർ ടു ഫെബ്രുവരി ആണെങ്കിൽ ഫ്രം ദ ജൂൺ ടു ഓഗസ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ജൂൺ ടു ഓഗസ്റ്റ് ആണ് വിൻ്റർ സീസൺ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കോൾഡസ്റ്റ്, ഏറ്റവും തണുപ്പ് തോന്നുന്ന ആ ഒരു സീസണാണ് വിൻ്റർ സീസൺ. ദെൻ വി ഹാവ് സ്പ്രിംഗ്, the season between winter and summer when the weather becomes warmer and vegetation starts to grow again. അതായത് നമുക്ക് ചുറ്റുമുള്ളൊരു പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് സ്പ്രിംഗ് സീസൺ. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്ററിനും സമ്മറിനും ഇടയിലുള്ള ആ ഒരു സീസൺ, ആ ഒരു കുറച്ച് സമയത്തിനെയാണ് നമ്മൾ സ്പ്രിംഗ് എന്ന് വിളിക്കുന്നത്. ആ ഒരു വെജിറ്റേഷനൊക്കെ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് സ്പ്രിംഗ് സീസണിലാണ്. Then we have summer, the warmest season of the year, June to August north of the equator and from the December to February in the southern hemisphere. Summer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് വിൻ്റർ. അതായത് ഏറ്റവും വാർമസ്റ്റ് ആയിട്ട് നമുക്ക് വെതർ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് സമ്മർ സീസൺ. ദറ്റ് ഈസ് എ വാർമസ്റ്റ് സീസൺ ഓഫ് ദി ഇയർ. ഏറ്റവും ചൂട് കൂടുതലായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയമാണ് സമ്മർ സീസൺ. ദെൻ വി ഹാവ് ഓട്ടം, ദ സീസൺ ബിറ്റ്വീൻ സമ്മർ ആൻഡ് വിൻ്റർ വെൻ ദ ലീവ്സ് ചേഞ്ച് കളർ ആൻഡ് ഫോൾ ഫ്രം ട്രീസ് ആൻഡ് ഇറ്റ് ബിക്കം കൂളർ. നമുക്ക് സ്പ്രിംഗ് അല്ലെങ്കിൽ വിൻ്റർ അത്രയും ഒരു നമുക്ക് ഒരു കൂൾനെസ് നമുക്ക് ഫീൽ ചെയ്യില്ലെങ്കിൽ പോലും ഓട്ടം സീസണിലാണ് നമുക്ക് പൊതുവേ ഈ മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്ന ആ ഒരു സമയമാണ്. ആൻഡ് ഇറ്റ് ഈസ് കുറച്ച് കൂളാണ്, നമുക്ക് കുറച്ച് കാണുമ്പോൾ കുറച്ച് ഒരു സെറിൻ നമുക്ക് ഫീൽ ചെയ്യും, ഒരു കാമായിട്ട് കുറച്ച് സമാധാനമൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നൊരു സമയമാണ് ഓട്ടം സീസൺ. ദെൻ വി ഹാവ് ഫോൾ, ടേം ഫോർ ഓട്ടം ഇൻ അമേരിക്കൻ ഇംഗ്ലീഷ്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഓട്ടം എന്നുള്ളൊരു സീസണിന് പകരമായിട്ട് അല്ലെങ്കിൽ ഓട്ടം എന്നുള്ളൊരു വേർഡിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് ഫോൾ. സോ ഇൻ ദിസ് സ്ലൈഡ് വി വെർ ഡിസ്കസിങ് അബൌട്ട് ദ സീസൺ ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് വിൻ്റർ സീസൺ, സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ, ഓട്ടം സീസൺ ആൻഡ് ഫോൾ. Okay, next word is avalanche. A large mass of snow and ice sliding rapidly down a mountain side. അതിനെ നമ്മൾ ശരിക്കും ഈ ഒരു വേർഡിൻ്റെ മലയാളം എന്ന് പറയുന്നത് ഹിമപാതം എന്നാണ്. Okay, so it was reported that 5 skiers were caught in the avalanche and rescuers are trying to dig them out. അതായത് പെട്ടെന്ന് കുറച്ചധികം നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്നുള്ളൊരു മഞ്ഞ് വീഴ്ചയാണ്. അതാണ് ഹിമപാതം എന്നുള്ളൊരു വേർഡ് കൊണ്ടാണ് നമ്മളതിനെ അതിൻ്റെ ഒരു കറക്റ്റ് മലയാളം മീനിങ് അതാണ്, പ്രോപ്പറായിട്ടൊരു മീനിങ്. അതായത് ലാർജ് മാസ് ഓഫ് സ്നോ, അതായത് ചെറിയൊരു എമൗണ്ടിലൊന്നും ആയിരിക്കില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ എമൗണ്ടിലൊരു ലാർജ് മാസ് ഓഫ് സ്നോ വരുന്ന സമയത്ത് നമ്മളതിനെ ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവലാൻഷ്. ആൻഡ് ദെൻ വി ഹാവ് സ്നോ ഡ്രിഫ്റ്റ്, എ ബാങ്ക് ഓഫ് ഡീപ്പ് സ്നോ ഫോംഡ് ബൈ ദ വിൻഡ്. അതായത് ഒരു കാറ്റടിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് ഓഫ് ഡീപ്പ് സ്നോ അത് ഫോം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ സ്നോ ഡ്രിഫ്റ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ സ്പീക്കിങ്ങിൽ നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് വി ഹാവ് ആൻ എക്സാമ്പിൾ ഹിയർ, ദ റോഡ് വാസ് ബ്ലോക്ക്ഡ് ബൈ സ്നോ ഡ്രിഫ്റ്റ്സ് ബ്ലോൺ ബൈ സ്ട്രോങ് വിൻഡ്സ്. നമുക്ക് ശക്തമായി കാറ്റടിക്കുന്ന സമയത്ത് ആ ഒരു ആ ഒരു സ്നോ ഉണ്ടായി വരികയും എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഹിമപാതം പോലെ തന്നെ ഏതാണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഹിമപാതം ഉണ്ടാകുന്ന അതേ ഒരു അവസ്ഥ തന്നെയാണ് സ്നോ ഡ്രിഫ്റ്റിലും ഉണ്ടാകുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സ്ലീറ്റ്, എ മിക്സ്ചർ ഓഫ് റെയിൻ ആൻഡ് സ്നോ. അതായത് ഒരു സ്നോയും റെയിനും രണ്ടും കൂടെ മിക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ സ്ലീറ്റ് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ആൻഡ് സ്ലീറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് റെയിൻ ആൻഡ് സ്നോ. റെയിനും സ്നോയും ഒരുപോലെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ സ്ലീറ്റ് എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ, ദ സ്ലീറ്റ് made the pavement slippery and it was difficult not to fall over. അതായത് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നൊരു രീതിയിലാണ് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് വി ഹാവ് സ്ലഷ്, പാർട്ട്ലി മെൽറ്റഡ് സ്നോ. അതായത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായിട്ട് പോയിട്ടില്ല, പക്ഷേ ഒരു പാർട്ട്ലി മെൽറ്റായി പോയിരിക്കുന്ന ഒരു സ്നോയെ പറ്റിയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെതർ കണ്ടീഷനാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ദിസ് വേർഡ് സ്ലഷ് ഇൻ യുവർ IELTS speaking. And we have an example here, as the temperature rose slightly, the glistening white snow turned into a mucky slush. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് വി were discussing about some words related to weather. And next is snow. Snow is water vapor frozen into ice crystals and falling to the ground as white flakes. നമുക്ക് അറിയുന്നത് തന്നെയാണ് മഞ്ഞ്. And we have an example here, I live in a hot climate so we don't get snow but I have seen it in photos and it looks so beautiful. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. Then we have snowflake,
എ സിംഗിൾ പാർട്ടിക്കിൾ ഓഫ് സ്നോ. ഏതെങ്കിലും ഒരു സ്നോയുടെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്നോഫ്ലേക്ക് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് സ്നോ, വാട്ടർ വേപ്പർ, frozen into ice crystals and falling to the ground as white flakes. And we have the next word is snowflake, a single particle of snow. ഒരു സ്നോയുടെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്നോഫ്ലേക്ക് എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഡിഡ് യു നോ ദാറ്റ് എവറി സിംഗിൾ സ്നോഫ്ലേക്ക് ഇസ് ഡിഫറെൻറ്റ്, വിച്ച് ഇസ് ക്വൈറ്റ് അമേസിങ്. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് സോ നെക്സ്റ്റ് ഒരു വേർഡ് മീൻസ് നമുക്കുള്ളത് സ്നോയിങ് എന്നൊരു വേർഡാണ്. വെൻ സ്നോ ഈസ് ഫോളിങ് ടു ദ ഗ്രൗണ്ട്. അത് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ നോർമലായിട്ട് മഞ്ഞ് വീഴ്ച നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് സ്നോയിങ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്നോയി. വെൻ ഇറ്റ് ഇസ് സ്നോയിങ് ഓർ തിങ്സ് ആർ കവേർഡ് വിത്ത് സ്നോ. അതായത് ഒരു മഞ്ഞ് വീണ് എപ്പോഴും എല്ലാം നമ്മളെ ചുറ്റുമുള്ളതെല്ലാം മഞ്ഞുകൊണ്ട് കവേർഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്നോയി. സോ സ്നോ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തണുപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്നോ റിലേറ്റഡ് കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് സ്നോ, സ്നോഫ്ലേക്ക്, സ്നോയിങ് ആൻഡ് സ്നോയി. ആൻഡ് ലെറ്റ്സ് മൂവ് ടു അവർ നെക്സ്റ്റ് സ്ലൈഡ്. നമുക്ക് സ്നോ റിലേറ്റഡ് തന്നെ കുറച്ച് വേർഡ്സ് ആണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് വി ഹാവ് ഫ്രഷ് സ്നോ. ഫ്രഷ് സ്നോ മീൻസ് സ്നോ ദാറ്റ് ഹാസ് റീസെൻ്റ്ലി ഫോളൻ. നമുക്ക് ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല, ആൻഡ് നമുക്ക് വളരെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് സ്നോ വീണിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഫ്രഷ് സ്നോ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഫ്രഷ് സ്നോ ഗ്ലിസൻഡ് ഇൻ ദ മൂൺ ലൈറ്റ് ആൻഡ് പ്രിസ്റ്റീൻ കാർപ്പറ്റ് ഓഫ് വൈറ്റ് നോട്ട് മാർക്ഡ് ബൈ എ സിംഗിൾ ഫുട് പ്രിൻറ്റ്. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് ദെൻ വി ഹാവ് ഹെവി സ്നോ. ഹെവി സ്നോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും, നമ്മൾ ചിലപ്പം അധികം യൂസ് ചെയ്ത് വന്നിട്ടുള്ളൊരു വേർഡായിരിക്കാം ഹെവി സ്നോ. വെൻ എ ലോട്ട് ഓഫ് സ്നോ ഫോൾസ്, ഒരുപാട് നമ്മൾ ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഹെവി സ്നോ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ സ്പീക്കിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് എ ബ്ലാങ്കറ്റ് ഓഫ് സ്നോ, എ കംപ്ലീറ്റ് കവറിങ് ഓഫ് സ്നോ. കുറച്ച് മുന്നേ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു വേർഡ് നമ്മൾ സ്നോയി എന്നൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതേ സെയിം മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേർഡാണ് എ ബ്ലാങ്കറ്റ് ഓഫ് സ്നോ. ദാറ്റ് മീൻസ് എ കംപ്ലീറ്റ് കവറിങ് ഓഫ് സ്നോ. ആൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഇറ്റ് സ്നോഡ് ഹെവിലി all afternoon and the countryside was soon covered in a blanket of snow. ഒരു നല്ലൊരു യൂസേജ് ആണ് നമുക്ക് ബ്ലാങ്കറ്റ് ഓഫ് സ്നോ. അങ്ങനത്തെ ഒരു വേർഡ് നമ്മൾ സ്പീക്കിങ്ങിൽ കൊണ്ടുവരുവാണെങ്കിൽ that will really make a difference in your IELTS speaking. And then we have snowstorm, when a large amount of snow falls often mixed with wind. അപ്പം അതായത് നമ്മൾ കാറ്റിനോട് കൂടെ തന്നെ കുറച്ചധികം എമൗണ്ട് ഓഫ് സ്നോ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്നോ സ്റ്റോം എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് ബ്ലിസാർഡ്. ഓക്കെ, സ്നോ സ്റ്റോമിന് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉള്ളത്. ഐ വാസ് സ്റ്റിൽ അറ്റ് വർക്ക് വെൻ ദ സ്നോ സ്റ്റോം ഹിറ്റ് ആൻഡ് ഹാഡ് ടു സ്ലീപ്പ് ഇൻ മൈ ഓഫീസ് as the buses were cancelled and I couldn't get home. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് വി ഹാവ് ബ്ലിസാർഡ്. ബ്ലിസാർഡ് മീൻസ് എ സ്റ്റോം വിത്ത് എ വെരി ഹെവി സ്നോ ആൻഡ് സ്ട്രോങ് വിൻഡ്സ്. നമ്മൾ കുറച്ച് മുന്നേ ഒരു ഹിമപാതം എന്നുള്ളൊരു അവലാൻഷ് ആ ഒരു വേർഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ ഒരു മീനിങ്ങിനോട് നമുക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നൊരു വേർഡാണ് ബ്ലിസാർഡ്. ബ്ലിസാർഡ് മീൻസ് എ സ്റ്റോം വിത്ത് എ വെരി ഹെവി സ്നോ ആൻഡ് സ്ട്രോങ് വിൻഡ്സ്. And we have an example here. It is dangerous driving on the roads in a blizzard. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. സോ നിങ്ങളുടെ വെതർ എക്സ്പീരിയൻസ് ഒരു കോൾഡ് രീതിയിലാണുള്ളത്, അല്ലെങ്കിൽ ഒരു സ്നോ ഫീലിങ്ങിനെ പറ്റിയൊക്കെയാണ് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഇൻക്ലൂഡ് all these words in your IELTS speaking, and I hope all these words will really help you to get a good score in your speaking. And our next word is whiteout. Whiteout means snowfall that is so heavy that it's almost impossible to see anything. നമുക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാണുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് മീൻസ് ഒന്നും കാണാൻ പറ്റില്ല, വഴിയിൽ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഹെവി ആയിട്ട് സ്നോഫോൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വേർഡാണ് വൈറ്റ് ഔട്ട്. We have an example here. I was so glad I decided not to drive to the shops as the light snowfall soon turned into whiteout conditions. അങ്ങനെ ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. അതായത് നമ്മൾ പോകുന്ന വഴിയിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത്ര സ്ട്രോങ് ആയിട്ട് ഒരു സ്നോഫോൾ ഉണ്ടെങ്കിൽ ആ ഒരു വെതറിനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെതർ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു വേർഡാണ് വൈറ്റ് ഔട്ട്. ദെൻ വി ഹാവ് ഫ്ലറി. ഫ്ലറി മീൻസ് വെരി ലൈറ്റ് സ്നോമോൾ. അതായത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് കുറച്ചധികം സ്നോഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ വേർഡ്സ്
യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കേണ്ടതെന്നാണ്. സോ അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിലാണ് നമുക്ക് സ്നോഫോൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഫ്ലറി ഇൻ യുവർ സ്പീക്കിംഗ്. And we have an example here. The children were hopping for heavy snow so they could make a snowman, but all we got were light flurries. Okay. Then we have another example, frostbite. Injury to any part of the body caused by overexposure to the extreme cold. അതായത് ഒരു എക്സ്ട്രീം കോൾഡ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ബോഡിക്ക് ഉണ്ടായിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു എക്സ്ട്രീം കോൾഡിലേക്ക് എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രീം കോൾഡ് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ഉണ്ടാകാവുന്ന ഏതെങ്കിലും ചെറിയ മുറിവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. അതായത് എക്സ്ട്രീം കോൾഡിലേക്ക് ഒരു എക്സ്പോഷർ നമ്മുടെ ബോഡിക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ചെറിയ ഇഞ്ചുറിയൊക്കെ നമ്മുടെ ബോഡിക്ക് സംഭവിക്കാം. ആൻഡ് അങ്ങനത്തെ ഇഞ്ചുറീസിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രോസ് ബൈറ്റ് എന്നാണ്, ഫ്രോസ് ബൈറ്റ്. ആൻഡ് യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ദിസ് വേർഡ് ഇൻ യുവർ സ്പീക്കിംഗ്. സോ ഫ്രോസ് ബൈറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡേഞ്ചേഴ്സ് ഫേസ്ഡ് ബൈ ആർട്ടിക് എക്സ്പ്ലോറേഴ്സ്. അങ്ങനൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഉള്ളത്. ആൻഡ് വി ഹാവ് അനദർ എക്സാമ്പിൾ ഹിയർ. To dress up warm, to wear warm clothes to protect yourself against wintry conditions. അങ്ങനൊരു വേർഡ് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ഉള്ളത്. ഡ്രസ് അപ്പ് വാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ വേർഡിൻ്റെ ഒരു എക്സാമ്പിളാണ് അവിടെ ഉള്ളത്. ഡ്രസ് അപ്പ് വാം. ഡ്രസ് അപ്പ് വാം മീൻസ് അതായത് തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത്സിനെയാണ് നമ്മൾ ഡ്രസ് അപ്പ് വാം ടു വെയർ എന്ന ഒരു വേർഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡ്രസ് അപ്പ് വാം മീൻസ് ടു വെയർ ക്ലോത്ത്സ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് എഗെയിൻസ്റ്റ് വിൻട്രി കണ്ടീഷൻസ്. അതായത് ഭയങ്കര ആ ഒരു കണ്ടീഷൻസിൽ നിന്ന് നിങ്ങളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു വേർഡ് നമ്മുടെ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ദിസ് വേർഡ് ഇൻ യുവർ സ്പീക്കിംഗ്. And our next word is to melt. Melt നമുക്ക് വളരെ അറിയുന്നൊരു വേർഡാണ്. The process by which snow or ice changes to water as the temperature rises above freezing. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു മഞ്ഞുരുകുന്ന പ്രോസസ്സ് തന്നെയാണ് ടു മെൽറ്റ്. അതിന് നമുക്കറിയുന്ന മീനിങ് തന്നെയാണ്, അല്ലാതെ വേറെ നമുക്കൊരു സ്പെഷ്യൽ മീനിങ് ഒന്നുമില്ല. ആൻഡ് മെൽറ്റ് മീൻസ് എന്താണ്, ആ ഒരു അലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ഉരുകിത്തീരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെൽറ്റ് എന്നൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we have precipitation, water that falls to the earth in the form of rain, hail, mist, sleet or snow. ആ ഒരു precipitation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ പല രീതികളാണ്. റെയിനായിട്ടും ഹെയിലായിട്ടും മിസ്റ്റ്, സ്ലീറ്റ് ഓർ സ്നോ. ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ആ ഒരു വാട്ടർ ദാറ്റ് ഫോൾസ് ടു ദ എർത്ത്, അതിനെയാണ് നമ്മൾ precipitation എന്ന് പറയുന്നത്. ഹെവി റെയിൻ, ഇൻറ്റൻസ് റെയിൻഫോൾ, ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോഴാണ് നമ്മൾ ഹെവി റെയിൻ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ടൊറൻഷ്യൽ റെയിൻ മീൻസ് വെരി ഹെവി റെയിൻ. അതായത് ഹെവി റെയിൻ മീനു ഭയങ്കര മഴ വരുന്ന സമയത്താണ് നമ്മൾ ഹെവി റെയിൻ എന്നൊരു വേർഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര മഴ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ യൂസ് ദിസ് വേർഡ് ടൊറൻഷ്യൽ റെയിൻ. ദെൻ വി ഹാവ് ഡ്രൈവിംഗ് റെയിൻ, ഹെവി റെയിൻ മിക്സ്ഡ് വിത്ത് സ്ട്രോങ് വിൻഡ്. ഭയങ്കര സ്ട്രോങ് വിൻഡിനൊപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മഴയാണ് നമ്മൾ ഡ്രൈവിംഗ് റെയിൻ എന്നൊരു വേർഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Okay, so that is all about our words related to weather, and I think we discussed some interesting words related to weather, and I hope all these words would really help you while you are handling your IELTS test, and when you get a topic like weather. ഓക്കെ, വെതർ എന്ന ടോപ്പിക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് കിട്ടുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ രീതിയിലുള്ള കുറച്ചധികം വേർഡ്സാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഒറ്റ പ്രാവശ്യം കൂടി എന്തൊക്കെ വേർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് നോക്കാം. ആൻഡ് വെതർ, വെതർ ദ ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഔട്ട്സൈഡ് വിത്ത് റിഗാർഡ് ടു ഹീറ്റ്, ക്ലൗഡിനെസ്, ഡ്രൈനെസ്, സൺഷൈൻ, വിൻഡ്, റെയിൻ എക്സെട്ര. Then we have climate, the general weather conditions usually found in a particular area. Then we have climate change, a change in global or regional temperature patterns. Then we have global warming, and we are very, very familiar with global warming. Then we discussed about seasons, winter season, spring season, summer, autumn and fall. Okay, then we discussed some other words. One of the words is avalanche, a large mass of snow and ice sliding rapidly down a mountain side.
Then we discussed about snowdrift. Snowdrift, a bank of a deep snow formed by the wind. Then we have sleet, a mixture of rain and snow. ഒരു rain and snow mixture-നെ പറ്റിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ you can use this word sleet in your speaking. Then we have slush, partly melted snow. Then we have snow, snowflake, a single particle of snow. ഒരു സ്നോയുടെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ you can use this word snowflake. Then we have snowing and snowy. Fresh snow, heavy snow. Fresh snow means snow that has recently fallen. Then we have heavy snow. When a lot of snow falls, you can use this word heavy snow. Then we have a blanket of snow, a complete covering of snow. Then we have snowstorm, when a large amount of snow falls, often mixed with wind. Then we have blizzard, a storm with very heavy snow and strong winds. Then we have whiteout, snowfall that is so heavy that it's almost impossible to see anything. Then we have flurry, very light snowfall. Frostbite, injury to any part of the body caused by overexposure to extreme cold. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് വേർഡ് ഉള്ളത് ടു ഡ്രസ് അപ്പ് വാം. ടു മെൽറ്റ്. To dress up warm means to wear warm clothes to protect yourself against wintry conditions. Then we have to melt, the process by which snow or ice changes to water as the temperature rises above freezing. Then we have precipitation, that the process that water falls to the earth in the form of rain, hail, mist, sleet or snow. Then we have heavy rain, torrential rain, means ഭയങ്കര ഹെവി റെയിൻ ആണെങ്കിലാണ് നമ്മൾ ടൊറൻഷ്യൽ റെയിൻ എന്നൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുക. Then we have driving rain. Driving rain means heavy rain mixed with strong wind. So we discussed some interesting words related to weather. Weather എന്നൊരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചധികം വേർഡ്സ് നമ്മൾ ഇന്നത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് പാർട്ട് 1. ആ ഒരു വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവിൻ്റെ പാർട്ട് 1 സെഷൻ മാത്രമാണിത്. ആൻഡ് I hope all these words would really help you in your speaking. And thank you so much for the all. ഇന്നത്തെ ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ആൻഡ് നമ്മുടെ അടുത്ത ലൈവിൽ നമ്മൾ വെതർ റിലേറ്റഡ് ടോപ്പിക്സിൻ്റെ അല്ലെങ്കിൽ വെതർ റിലേറ്റഡ് വൊക്കാബുലറിയുടെ നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.